ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2024 ഓഗസ്റ്റ് 7 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇന്നോവേറ്റീവ് പ്രൊജക്ട് ഫോർ സ്കിൽ ട്രെയിനിങ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ലോഞ്ച്ഡ് ബൈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഇൻ 2022. അതായത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കീഴിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാം. 2022 ആ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്കില്ലിംഗ് ദ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അതായത് നിർമ്മാണ തൊഴിലാളികളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇന്നോവേറ്റീവ് പ്രൊജക്റ്റ് ആയിരുന്നു അത്. ആ പ്രൊജക്റ്റിന്റെ പേര് നിപുൺ എന്നാണ്. നിപുൺ. അതിന്റെ ഫുൾ ഫോം ഉണ്ട്. NIPUN ആണ് സ്പെല്ലിംഗ്. അതിന്റെ ഫുൾ ഫോം നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊമോഷൻ ഓഫ് അപ്സ്കില്ലിംഗ് ഓഫ് നിർമ്മാൺ വർക്കേഴ്സ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ലോഞ്ച് ചെയ്ത 2022 പ്രോഗ്രാമാണ് നിപുൺ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊമോഷൻ ഓഫ് അപ്സ്കില്ലിംഗ് ഓഫ് നിർമ്മാൺ വർക്കേഴ്സ്. അപ്പൊ ഇത് നോട്ട് ചെയ്യുക. ഈ നിപുൺ എന്ന് പറഞ്ഞിട്ട് 2 സ്കീമുകളുണ്ട്. ഒന്ന് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെയും പിന്നൊന്ന് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അപ്പൊ കൺഫ്യൂഷൻ ആവില്ല. നോക്കാം. എ നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ 2021. അതായത് ബേസിക് ആയിട്ട് അറിയേണ്ട ലിറ്ററസി അല്ലെങ്കിൽ ന്യൂമറസി അഥവാ സാക്ഷരത, പിന്നെ സംഖ്യകളെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അറിവ്, അതിന്റെ ഒരു നാഷണൽ മിഷൻ ഉണ്ട്. അത് ലോഞ്ച് ചെയ്തത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ്. 2021 ആ പ്രോഗ്രാം ലോഞ്ച് ആവുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ പേരും നിപുൺ എന്ന് തന്നെയാണ്. പക്ഷെ അതിൽ നിപുൺ ഭാരത് എന്നുണ്ട്. അപ്പൊ ആ നിപുണിന്റെ ഫുൾ ഫോം വേറെയാണ്. നോക്കുക. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. അപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ 2021 പ്രോഗ്രാമാണ് നിപുൺ ഭാരത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നിപുണിന്റെ ഫുൾ ഫോം നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി എന്നുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്കീമും കൂടി ഉണ്ട്. അതുകൂടി നോക്കാം. ദ പ്രോജക്ട് എയിമിംഗ് ടു പ്രൊവൈഡ് ഓൾ സ്റ്റുഡൻസ് ഇൻ ഗ്രേഡ് 3 വിത്ത് ആക്സസ് ടു ഹൈ ക്വാളിറ്റി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് യൂണിവേഴ്സൽ അക്യൂസിഷൻ ഓഫ് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ബൈ 2025. അതായത് 2025 3-ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക്, അതായത് ആ ഒരു ഗ്രേഡ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഏറ്റവും ക്വാളിറ്റിയുള്ള ചൈൽഡ്ഹുഡ് കെയറും അതുപോലെ എഡ്യൂക്കേഷനും കൊടുക്കുക. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി അക്വയർ ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു എയിമോട് കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിന്റെ പേര് സർത്താക് എന്നാണ്. സർത്താക്. അതിന് ഫുൾ ഫോം ഉണ്ട്. നോക്കാം. SARTHAQ. അതാണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. അതിന്റെ ഫുൾ ഫോം വരുന്നത് ഇങ്ങനെയാണ്. സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് holistic advancement through quality education. Students and teachers holistic advancement through quality education. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 അണ്ടറിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ആ ഒരു ഇമേജിൽ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ സർത്താക്ക് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിപുൺ ഭാരത് എന്ന് പറയുന്നതും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെറുതെ നിപുൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കീം കൺസ്ട്രക്ഷൻ വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ന്യൂ ഇന്നോവേഷൻ ദാറ്റ് യൂസസ് magnetic fields and magnetized nanoparticles to wirelessly and precisely modulate specific deep brain regions. അതായത് ഒരു പുതിയ കണ്ടുപിടുത്തമാണ് മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസ്ഡ് നാനോ പാർട്ടിക്കിൾസും
ഉപയോഗിച്ചുകൊണ്ട്. എങ്ങനെ യൂസ് ചെയ്യണത്? വയറില്ലാണ്ട് അതുപോലെ തന്നെ അത്രയും കൃത്യതയോടു കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ തലച്ചോറിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു കണ്ടുപിടുത്തം. അതിന്റെ പേര് നാനോ മൈൻഡ് എന്നാണ്. നാനോ മൈൻഡ്. അതിൽ ഈ മൈൻഡിന് ഒരു ഫുൾ ഫോം ഉണ്ട്. മാഗ്നെറ്റോജെനറ്റിക് ഇന്റർഫേസ് ഫോർ ന്യൂറോ ഡൈനാമിക്സ്. അതാണ് മൈൻഡിന്റെ ഫുൾ ഫോം. ഒന്നുകൂടി പറയാം. മാഗ്നെറ്റോജെനറ്റിക് ഇന്റർഫേസ് ഫോർ ന്യൂറോ ഡൈനാമിക്. അപ്പൊ നാനോ മൈൻഡ് ടെക്നോളജി എന്നാണ് അതിന്റെ പേര്. എന്താണ് അതിന്റെ ഉദ്ദേശം? അതായത് നമ്മുടെ തലച്ചോറിലെ ഡീപ്പ് ബ്രെയിൻ റീജിയൻസ് നമുക്ക് കൃത്യമായിട്ട് വയർലെസ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഇന്നോവേഷന്റെ പ്രത്യേകത. എന്ത് യൂസ് ചെയ്തിട്ടാണ് കൺട്രോൾ ചെയ്യണേ? മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസ്ഡ് നാനോ പാർട്ടിക്കിൾസും വെച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നാനോ മൈൻഡ് ടെക്നോളജി എന്നാണ് ഇതിന്റെ പേര്. അടുത്തത്, ബാക്ടീരിയ ദാറ്റ് ഇന്ത്യ ഹാസ് ഡിസ്കവേർഡ് ആൻഡ് ഐസൊലേറ്റഡ് ആൻഡ് ദാറ്റ് ക്യാൻ നാച്ചുറലി മിറ്റിഗേറ്റ് മീഥെയ്ൻ, എ പൊട്ടന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതായത് ഇന്ത്യ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയക്ക് മീഥെയ്ൻ എന്ന ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിനെ തടയാനായിട്ടുള്ള കഴിവുണ്ട്. നാച്ചുറലി അതിനെ തടയാനായിട്ടുള്ള കഴിവുണ്ട്. ആ ബാക്ടീരിയയുടെ പേര് മീഥെയ്ലോ ക്യുക്യുമസ് ഒറിസി എന്നാണ്. മീഥെയ്ലോ ക്യുക്യുമസ് ഒറിസി എന്നാണ്. അപ്പൊ ഇതിന്റെ പേര് ഓർത്തിരിക്കുക. മീഥൈലോ ക്യുക്യുമസ് ഒറിസി എന്ന് പറയുന്ന ബാക്ടീരിയക്ക് നാച്ചുറലി മീഥെയ്ൻ എന്ന ഗ്യാസിനെ തടയാനായിട്ടുള്ള കഴിവുണ്ട്. ആ ഒരു ബാക്ടീരിയനെ ഡിസ്കവർ ചെയ്തത് ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. നെക്സ്റ്റ്, ദ തീം ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് അഥവാ RCF 2023-24, അതായത് 2023-24 ഇന്ത്യാസ് റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസിന്റെ തീം എന്താണ്, പ്രമേയം എന്താണെന്നാണ്. ഇത് എല്ലാ വർഷവും RBI പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ടാണ്, റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്. അപ്പോൾ ഈ തീമായിട്ട് ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത് ഏത് ഓർഗനൈസേഷൻ പുറത്തുവിടുന്ന ആനുവലി പുറത്തുവിടുന്ന പബ്ലിക്കേഷൻ ആണെന്നുള്ളത്. അപ്പോൾ അത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ കേസിൽ ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് ഇതിന്റെ 2023-24 തീമാണ്, പ്രമേയം വരുന്നത് ഇന്ത്യാസ് ഡിജിറ്റൽ റെവല്യൂഷൻ എന്നുള്ളതാണ്. ഇന്ത്യാസ് ഡിജിറ്റൽ റെവല്യൂഷൻ എന്നുള്ളതാണ് RBIയുടെ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് 2023-24 തീമായിട്ട് വരുന്നത്. അടുത്തത്, the bill introduced in Lok Sabha to replace the British-era Aircraft Act 1934, which regulates civil aviation sector. അതായത് സിവിൽ ഏവിയേഷൻ സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ളത് എയർക്രാഫ്റ്റ് ആക്ട് 1934 ആണ്. അപ്പൊ അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു ലോയാണ് അല്ലെങ്കിൽ ആക്ട് ആണ്. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ലോകസഭയിൽ ഒരു പുതിയ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബില്ല് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേര് ഭാരതീയ വായുയാൻ വിധേയക് എന്നാണ്. ഭാരതീയ വായുയാൻ വിധേയക് 2024 ബില്ലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആക്ട് ആയിട്ടില്ല. അപ്പൊ ഭാരതീയ വായുയാൻ വിധേയക് ഏത് ആക്ടിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് ചോദിച്ചാൽ 1934 എയർക്രാഫ്റ്റ് ആക്ടിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത്, വിച്ച് ഓർഗനൈസേഷൻ റിലീസസ് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ HCES റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഏത് ഓർഗനൈസേഷനാണ്? ഇപ്പൊ റിപ്പോർട്ട് അത് പുറത്തുവിടുന്ന ഓർഗനൈസേഷൻ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പൊ ഇത് കറണ്ട് അഫയേഴ്സിൽ വന്നതാണ്, അപ്പൊ അത് നോട്ട് ചെയ്യണം. ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് NSSO അഥവാ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഈ ഒരു നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓഫീസാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ ഈസ് പബ്ലിഷ്ഡ് ബൈ ആരാണ്? റിലീസ്ഡ് ബൈ
NSSO ആണ്. ആ NSSO ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിലാണ്. നെക്സ്റ്റ്, ദ Schedules of Constitution of India contains provisions regarding anti-defection. അതായത് കൂറുമാറ്റ നിരോധന നിയമം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളത്തില്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്തുള്ളത്? ആന്റി ഡിഫെക്ഷനുമായി അഥവാ കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കൊക്കെ ന്യൂസും വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഷെഡ്യൂളുകൾ ഏതൊക്കെയാണ്, അത് ഓരോന്നും എന്തിനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.